നമസ്കാരം. കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ച് പാർട്ടി മുഖപത്രമായ വീക്ഷണത്തിന്റെ ലേഖനം. പീഡന പരാതികൾ ആസൂത്രിതമായ ഗൂഢാലോചനയാണെന്നും പരാതിക്കാർക്ക് CPM ബന്ധമുണ്ടെന്നും കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണത്തിലെ ലേഖനത്തിൽ ആരോപിക്കുന്നു. മാങ്കൂട്ടത്തിലെ മാന്തോട്ടത്തിൽ വെച്ച് പീഡിപ്പിച്ചു എന്നവരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടാൻ ഇക്കൂട്ടർക്ക് മടിയുണ്ടാവില്ല. മൊഴിയിൽ നിന്നും പരസ്പര സമ്മതത്തോടെയാണെന്ന് വ്യക്തം. സ്ത്രീ സമ്മതിക്കാതെ ഒരു ഗർഭഛിദ്രവും നടക്കില്ല. അതൊരാളുടെ മാത്രം തീരുമാനമല്ല. ആവശ്യമില്ലാത്ത ഗർഭം കലക്കിയത് ആ സ്ത്രീയുടെ കൂടി തീരുമാനമായിരുന്നു. CPM നാറ്റിച്ചാൽ തകരുന്നവരല്ല കോൺഗ്രസിലെ യുവ നേതാക്കളെന്നും ലേഖനത്തിൽ കൂട്ടിച്ചേർത്തു. ഇത്തരം തറവേലകൾ കൊണ്ട് മൂന്നാം ഭരണം കിട്ടുമെന്ന് വിചാരിക്കേണ്ട. CPMലെ കത്ത് ചോർച്ച വിവാദം മറയ്ക്കാനുള്ള ആസൂത്രിത നീക്കമാണിത്. എല്ലാത്തിനും നിന്നുകൊടുത്തിട്ട് പിന്നീട് പരാതിയുമായി വരുന്നത് ശരിയായ ഉദ്ദേശത്തോടെ അല്ലെന്നും വെളിച്ചം വിളക്കന്വേഷിക്കുമ്പോൾ എന്ന ലേഖനത്തിൽ പരാമർശിച്ചു. അതേസമയം ലൈംഗിക ആരോപണം നേരിട്ട പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭയിൽ ഇനി പ്രത്യേക ബ്ലോക്കിലായിരിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്ന് സ്പീക്കർ AN ഷംസീർ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. സഭയിൽ വരുന്നതിനെക്കുറിച്ച് തീരുമാനിക്കേണ്ടത് രാഹുലാണ്. ഇതുവരെ അവധി അപേക്ഷ ലഭിച്ചിട്ടില്ലെന്നും സ്പീക്കർ പറഞ്ഞു. 8 ബില്ലുകൾ അടക്കമുള്ളവയുടെ നിയമനിർമ്മാണത്തിന് മാത്രമായി ചേരുന്ന 12 ദിവസത്തെ സഭാ സമ്മേളനം നാളെയാണ് ആരംഭിക്കുന്നത്. ആരോപണം ഉയർന്നതിന് പിന്നാലെ രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരുന്നു. പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ തങ്ങളുടെ ഭാഗമല്ലെന്നും രാഹുലിനെതിരായ നടപടി നേതൃത്വത്തിന്റെ ബോധ്യത്തിൽ നിന്നാണ് ഉണ്ടായതെന്നും VD സതീശൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് മുന്നിൽ ഒരു ആരോപണം വന്നു. ആ സമയത്ത് അയാൾക്കെതിരെ ഔദ്യോഗികമായി ഒരു പരാതിയും വന്നിരുന്നില്ല. തങ്ങൾ കൂടിയാലോചിച്ചാണ് രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ യുവനടിയുടെ മൊഴിയിൽ നിയമോപദേശം തേടാൻ ഒരുങ്ങുകയാണ് ക്രൈംബ്രാഞ്ച്. വെളിപ്പെടുത്തലിൽ ഉറച്ചുനിന്ന നടി രാഹുൽ അയച്ച മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ട് ക്രൈംബ്രാഞ്ചിന് നൽകിയിരുന്നു. തെളിവുകൾ കൈമാറിയെങ്കിലും നിയമ നടപടിക്ക് താല്പര്യമില്ലെന്നാണ് നടി അറിയിച്ചത്. കൂടാതെ രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച മറ്റ് 2 സ്ത്രീകളും നിയമപരമായി നീങ്ങില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതോടെയാണ് രാഹുലിനെതിരെ കേസെടുക്കാൻ ക്രൈംബ്രാഞ്ച് കൂടുതൽ നിയമവശം പരിശോധിക്കുന്നത്. അതേസമയം നാളെ സഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ പരസ്പരം ഏറ്റുമുട്ടാൻ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും വിഷയങ്ങൾ നിരവധിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഭരണപക്ഷത്തിന്റെ പ്രധാന ആയുധം. പോലീസ് സ്റ്റേഷനിലെ മർദ്ദനങ്ങൾ ഉയർത്തി പ്രതിപക്ഷം പ്രതിരോധം തീർക്കും. സാധാരണഗതിയിൽ സഭാ സമ്മേളനം തുടങ്ങുമ്പോൾ പ്രതിപക്ഷത്തിന്റെ കയ്യിലാണ് കൂടുതൽ വിഷയങ്ങൾ ഉണ്ടാവുക. ഇത്തവണ കാര്യങ്ങളെല്ലാം മാറുകയാണ് ഉണ്ടായത്. രാഹുൽ എത്തിയാൽ ഇതുവരെ ഉയർന്ന സർവ്വ ആരോപണങ്ങളും എടുത്ത് സഭാരേഖകളിൽ എത്തിക്കാനാണ് CPM തീരുമാനം. ഒരു പരിധി വിട്ട് രാഹുലിനെ കോൺഗ്രസ് പ്രതിരോധിക്കില്ല എന്ന ബോധ്യമാണ് CPMനുള്ളത്. എന്നാൽ രാഹുലിനെ കടന്നാക്രമിക്കാൻ CPM തീരുമാനിച്ചാൽ കോൺഗ്രസ് അംഗങ്ങൾ പ്രതിരോധം തീർക്കാൻ സാധ്യത കുറവാണ്. അതേസമയം M മുകേഷിനും AK ശശീന്ദ്രനുമെതിരായ ആരോപണങ്ങൾ ഉയർത്തി പാർട്ടിക്ക് UDF അംഗങ്ങൾ പ്രതിരോധം തീർത്തേക്കും. പോലീസ് അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ് ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷത്തിന്റെ കയ്യിലുള്ള മറ്റൊരായുധം. 60 ദിവസം തുടർച്ചയായി സഭാ സമ്മേളനത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ മാത്രമേ MLAക്കെതിരെ നടപടിയെടുക്കാൻ ചട്ടമനുസരിച്ച് സാധിക്കുകയുള്ളൂ. രാഹുൽ വിഷയത്തിൽ ആരാണ് പ്രതികൂട്ടിലെന്ന് പ്രതിപക്ഷ നേതാവ് നേരത്തെ പറഞ്ഞിരുന്നു. രാഹുലിനെതിരെ പോലീസിൽ പരാതിയില്ലായിരുന്നു. പക്ഷേ UDF നേതാക്കൾ ചർച്ച ചെയ്ത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റാൻ തീരുമാനിച്ചു. രാഹുലിന്റെ രാജിയുണ്ടായി. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമല്ല ഇപ്പോൾ രാഹുൽ. CPM എന്ത് നടപടിയാണ് ഇത്തരം ആരോപണങ്ങളിൽ സ്വീകരിക്കുന്നത്? ബലാത്സംഗ കേസിലെ പ്രതി CPMലുണ്ട്. സ്ത്രീപീഡന കേസിലെ പ്രതികൾ മന്ത്രിമാരായിട്ടുണ്ട്. അപ്പോൾ CPM ആണ് പ്രതിക്കൂട്ടിൽ. സ്ത്രീകളുടെ അഭിമാനം സംരക്ഷിക്കാൻ കോൺഗ്രസ് നടപടിയെടുത്തതെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിരുന്നു. രാഹുൽ വിഷയത്തിൽ വിഷമമുണ്ടെന്ന് ചോദ്യത്തിന് മറുപടിയായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കൂട്ടത്തിൽ ഒരാൾക്ക് ഇത്തരം കേസുകൾ വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. അയാൾക്കെതിരെ നടപടിയെടുത്തതും രാജിവെച്ചതുമെല്ലാം സന്തോഷമുള്ള കാര്യമല്ല. ഐക്യകണ്ഠേന എടുത്ത തീരുമാനമാണ് രാഹുലിനെതിരെയുള്ളത്. കേന്ദ്ര നേതൃത്വത്തിന്റെ അംഗീകാരത്തോടെയാണ് തീരുമാനമെടുത്തത്. കേന്ദ്ര നേതൃത്വത്തിന്റെ അംഗീകാരത്തോടെ എടുത്ത തീരുമാനത്തിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇതുവരെ മൗനം തുടർന്ന മുഖ്യമന്ത്രിയും സഭയിൽ നാളെ മറുപടി പറഞ്ഞേക്കും. അയ്യപ്പ സംഗമവും തൃശൂരിലെ ശബ്ദരേഖാ വിവാദവും സഭയിൽ ഉയർന്നു വരും. വന്യജീവികളെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിടുന്ന നിയമ ഭേദഗതി ബില്ലടക്കം പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങളും സഭയിലെത്തുന്നുണ്ട്.